ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് കളക്ഷൻസ് ആയിട്ട് കുറച്ച് സാരീസ് കാണിക്കാനുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന മെജോറിറ്റി സാരീസും നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ട് റീസ്റ്റോക്ക് ആണ്. അതായത് നമുക്ക് ഒത്തിരി ആൾക്കാർ എൻക്വയറീസ് വന്ന പ്രകാരം നമ്മൾ വീണ്ടും അതേ സെയിം കളക്ഷൻസ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കളക്ഷൻസിനകത്ത് കുറെ പാറ്റേൺസിലൊക്കെ ചെറിയ ഡിഫറൻസ്, അതായത് ഡിസൈൻസിലും കളേഴ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു സെയിം രീതിയിലുള്ള വരുന്ന പോലത്തെ സാരികളാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഡിസ്പ്ലേ ചെയ്തത്. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ടിഷ്യൂ ഓർഗൻസ സാരി തന്നെയാണ്. നമ്മൾ ഈ ഒരു സാരീസിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 4-5 കളേഴ്സ് ഒക്കെ കാണിച്ച് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആവുന്നത്. ഇപ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പോഴാണെങ്കിലും 3-4 കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് ഓൾറെഡി ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ കളേഴ്സ് എന്തെങ്കിലും കാണിച്ച പ്രകാരം അന്നേരം തന്നെ ഇത് സെയിൽ ഔട്ട് ആയ കാരണം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഈ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഈ ഒരൊറ്റ കളർ മാത്രമേ, ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡ് ഒരു ടിഷ്യൂ ഓർഗൻസ സാരിയാണ്. ഫുൾ ബോർഡറിൽ കൂടെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്ന പോലത്തെ നമ്മൾ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. എൻ്റെ നേരത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി കുറച്ചും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇതിനകത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു ക്രോഷ്യ ലേസ് ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ വന്നിട്ടുണ്ട്. 2 വശത്തൂടെയുള്ള ബോർഡർ വന്നിട്ടുണ്ട്. അതുകൂടാതെ എംബ്രോയിഡറി വർക്ക് ഇതിന്റെ ഫുൾ ഇത്രയും ബോഡി ഇത്രയും ആ ഒരു രീതിയിൽ തന്നെ വൺ സൈഡ് എംബ്രോയിഡറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന് മുന്താണി പോർഷനും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വൺ സൈഡ് ബോർഡറും ഇതിന് ക്ലോസ് ചെയ്തിട്ടൊരു ക്രോഷ്യ ലേസും വന്ന് ഒരു സൈഡിൽ മാത്രം ബോർഡർ വരുന്ന ആ പാറ്റേണിൽ തന്നെ ഇതിന് മുന്താണി ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ താഴത്തെ വശത്തോട് വരുമ്പോഴത്തേനും ഈ ഒരു മോട്ടീവ്സ് ഇതിന്റെ ഫുൾ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ആ താഴെ വശം വരുമ്പോഴത്തേനും നമുക്ക് ആ താഴ്ഭാഗത്ത് മാത്രം ആ മോട്ടീവ്സ് വന്ന് അടിയിൽ ഇതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്ന പോലെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഭംഗിയുള്ള സാരിയാണ്. ഈ ഒരു ടിഷ്യൂ മിക്സർ ഈ ഒരു സാരിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സാരിക്ക് ആ മെറ്റീരിയൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാനൊക്കെയാണ് നല്ലതായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സാരിയാണ്. അതുപോലെ ഇത്രയും തിക്കായിട്ടുള്ള എംബ്രോയിഡറി വരുമ്പോൾ ആ സാരിയുടെ എലഗൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഫുൾ തിക്ക് എംബ്രോയിഡറി വന്നു കഴിയുമ്പോൾ അതായത് ഫുൾ ബോർഡർ കാണാൻ വേണ്ടി ഈ ഒരു പാറ്റേണിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് 1 ഫ്ലീറ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ ഫുൾ ഫ്ലീറ്റഡ് ആയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ആ ഫുൾ ബോർഡർ കാണുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്ത് കൊടുക്കാം. ഇതിന് കൂടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു സെയിം കളറിൽ ഈ ഒരു ലേസ് ബോർഡർ വരുന്ന പോലത്തെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിലൊരു കോൺട്രാസ്റ്റ് ഒരു വർക്ക് കളർ ബ്ലൗസോ ഒക്കെ വെച്ച് കോൺട്രാസ്റ്റ് ചെയ്യണമെങ്കിൽ നെറ്റിന്റെ ബ്ലൗസോ ഒക്കെ വെച്ച് പെയർ ചെയ്യണമെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് ഇതിന്റെ ലാസ്റ്റ് കളറാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1275 ആണ്. 1275 രൂപയാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഇനി നമ്മൾ കാണിക്കുന്ന സാരീസ് ഒക്കെ വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോസിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് സിൽക്കി കോട്ട മെറ്റീരിയലുള്ള കുറച്ച് കളക്ഷൻസ് കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിൽക്കി കോട്ട മെറ്റീരിയലുള്ള ഒരു സാരി. ഈ ഒരു സാരിയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ല സ്കൈ ബ്ലൂ കളർ സാരിയാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ പല കളേഴ്സിനും കുറച്ചും കൂടി ഒരു ഡിഫറൻസ് തോന്നും. കാരണം നമുക്ക് നേരിട്ട് കാണുന്നത് ഈ ഒരു ക്യാമറ ലൈറ്റിങ്ങിന് തമ്മിലൊരു വ്യത്യാസം കൊണ്ടാണ് ഒരു ഇത് വരുന്നത്. നല്ല കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ്. ആർക്കും ചേരുന്ന പോലെ ചേർച്ച് വെയർ ഒക്കെ ആയിട്ട് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ തന്നെയാണിത്. ഇതിനകത്ത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. അല്ലാതെ ഇതിൻ്റെ ഫുൾ ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സും ഇതിൻ്റെ മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഈ ഒരു വർക്ക് ക്ലോസ് ചെയ്ത് ബോർഡർ എംബ്രോയിഡറി ഫുൾ ദേഹത്ത് മൊത്തം ചെറിയ വർക്കുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ സാരീസിൻ്റെ ഒത്തിരി കളേഴ്സ് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം പാറ്റേണിൽ വരുന്നത് കൊണ്ട് ഞാൻ റിപ്പീറ്റഡ്ലി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു സാരി വിത്ത് ബ്ലൗസ് വെച്ച് വെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. ആ ഒരു ഷെയ്ഡ് വെച്ച് വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇത് കോട്ട സാരി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സമ്മർ കളക്ഷനായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതുപോലെ ഏത് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി, ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും അല്ല ചേർച്ച് വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു സാരി കളക്ഷനാണ്. ഈ ഒരു സാരിയുടെ തന്നെ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സാണ് നമ്മൾ ഇനി കാണിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന കളർ ലെമണല്ലോ ഷെയ്ഡ്. ഈ ലെമണല്ലോ ഷെയ്ഡാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നും ഈ ഒരു ഇതിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലവർ ഡിസൈൻസിനൊക്കെ കുറച്ചുകൂടി ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഫ്ലവർ ഡിസൈൻസ് ഒക്കെ കുറച്ച് ലീവ്സ് ഒക്കെ ഉള്ള പോലത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പം അതിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ വന്നിട്ടുണ്ട് ആ ഒരു ഫ്ലവർ ഡിസൈൻസിലും. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ സാരിയിൽ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ബോർഡറും ബാക്കി എല്ലാം മെറ്റീരിയലും അതുപോലെ കളറും ഒക്കെ സെയിം ആണ്. ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻസിന്, അതായത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ലെമണല്ലോ ഷെയ്ഡ് സാരി കാണിച്ചപ്പോൾ വേറൊരു കളർ ഡിസൈൻ ആയിരുന്നു. ഇപ്പം വരുമ്പം കുറച്ചും കൂടെ ഒരു ഡിസൈൻസിലുണ്ടായ ചെറിയ വ്യത്യാസം മാത്രമേ, അത് ഒത്തിരി അങ്ങ് ഹൈലൈറ്റ് ചെയ്തൊന്നും കാണാൻ പറ്റില്ല. ഡിസൈൻസിലെ വ്യത്യാസങ്ങൾ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഈ എല്ലാ സാരീസും ഒരുപോലെ തന്നെ ഇരിക്കും. ഈ ഒരു സാരിക്കകത്താണെങ്കിലും ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഡിമാൻഡും വന്നിരിക്കുന്നത്. ഈ സാരീസിന്റെ എല്ലാം പ്രൈസ് എന്ന് പറയുന്നത് 1390 റുപ്പീസ് ആണ് ഈ സാരിയുടെ എല്ലാം പ്രൈസിങ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എല്ലാ സാരീസിനും അഡീഷണൽ ആണ്. അത് നോർമൽ പോസ്റ്റ് ആണെങ്കിൽ കേരളത്തിനുള്ളിൽ വരുമ്പോൾ നമുക്ക് 40 റുപ്പീസും സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 60 റുപ്പീസും വരുന്നത്. ഇത് സിൽക്കി കോട്ട സാരി ആയതുകൊണ്ടാണ് ഇതിന് വെയിറ്റ് കുറച്ചും കൂടെ കുറവാണ്. നമ്മൾ നേരത്തെ കാണിച്ച ചന്തേരി സിൽക്ക് സാരീസ് ഒക്കെ ആകുമ്പോൾ അത് 75 ആകും. കാരണം വെച്ചാൽ നമുക്ക് വെയിറ്റ് അനുസരിച്ചാണ് വരുന്നത്. ഇതിപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ കളർ ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡ്, ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. പിങ്ക് അല്ല, ഒരു പിങ്കിഷ് ഷെയ്ഡിൽ പീച്ച് ഷെയ്ഡ്. ഈ ഷെയ്ഡ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഷെയ്ഡായിരുന്നു. ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒന്നല്ലാണ്ട് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇതിനകത്തൊരു ഗ്രേ കോമ്പിനേഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ സെയിം കളർ ബ്ലൗസ് അല്ലാണ്ട് ഗ്രേ കളർ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ ഈ സാരി നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ലൈറ്റ് ഷെയ്ഡ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിലൊക്കെ കൊടുക്കാനാണെങ്കിലും അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ടാണെങ്കിലും നല്ലതാണ്. അല്ല, ഏത് ഡെയിലി വെയർ ആയിട്ടാണ് ഏറ്റവും ഈ ഒരു സിൽക്കി കോട്ടൺ സാരീസ് മൂവ് ചെയ്യുന്നത് ഡെയിലി വെയർ ആയിട്ട് തന്നെയാണ്. അപ്പം ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കൂടുതലും ആൾക്കാർ പള്ളിയിലും അങ്ങനെയൊക്കെ ലൈറ്റ് ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് ഡെയിലി വെയർ ആയിട്ട് തന്നെ ഏറ്റവും മൂവ് ചെയ്യുന്ന എല്ലാ ദിവസവും സാരി കൊടുക്കേണ്ടവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കളക്ഷനാണ്. പറഞ്ഞ പോലെ കോട്ട സാരീസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ചൂടത്താണെങ്കിൽ ഉടുക്കാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടൊരു മെറ്റീരിയലാണ്. ഈ സാരിക്കകത്ത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു 3 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള. ഈ 3 സാരീസിൻ്റെ റേറ്റ് വരുന്നത് 1390 ആണ്. അപ്പം ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി ഡിമാൻഡ് വന്നൊരു പാറ്റേണിൻ്റെ റീസ്റ്റോക്കാണ്. ഇതാണ് നമ്മുടെ നൈലോൺ കോട്ട മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റ് വന്ന പാറ്റേൺ. ഇത് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തൊരു പാറ്റേൺ ആണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന കളേഴ്സ് മീൻസ് ഇത് നമുക്ക് ഈ കളർ നമുക്കുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിസൈൻസിന് വ്യത്യാസമുണ്ട്. നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് മെറ്റീരിയലൊന്നും വ്യത്യാസമില്ല. ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചൂടെ ഒരു ഡിസൈനാണ്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ എന്നുള്ളൊരു കളർ കോമ്പിനേഷൻ നമുക്ക് നേരത്തെയും വന്നതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. സെയിം നൈലോൺ കോട്ട മെറ്റീരിയലിൽ ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഇത് കണ്ടോ ഫുള്ളായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് വരും. ഈ ഷോൾഡറിൽ വെച്ച് കാണിക്കാം, നല്ല കറക്റ്റായിട്ട് സാരി കൊടുക്കുന്ന പോലെ ഇങ്ങനെ വരും. ഫുൾ കൊടുത്ത് വരുമ്പോൾ എന്താണ് ഈ പോർഷനിൽ ഫുള്ളായിട്ട് ഫുൾ ഡിസൈൻ വരുന്ന പോലെ ഒരു സാരിയാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ചേരുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു സാരി ഇത്രയും ഹെവി ആയിട്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഫുൾ നല്ല വലിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമുക്കിതിങ്ങനെ അഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. പ്ലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതിൽ പ്ലേറ്റഡ് ആയിട്ട് കൊടുത്താലും നമുക്ക് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് കാണും. എന്നാലും നമുക്കതിന് ഫുള്ളൊരു ഡിസ്പ്ലേ വരണമെങ്കിൽ ഇതിങ്ങനെ അഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല ഭംഗി. ഇത്രയും വലിയൊരു വർക്ക് ഇതിൻ്റെ ബോഡിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്രയും തിക്കായിട്ട് നമുക്ക് പിന്നീട് നെക്സ്റ്റ് പോർഷനിൽ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ് പിന്നെ ഇതിൻ്റെ ബോഡിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് വരുന്നത്. അതായത് ഇച്ചിരി ഒരു അതിൻ്റെ ഫുൾ തെളിച്ചത്തിലല്ലാണ്ട് കുറച്ചൊരു മങ്ങിയ രീതിയിലുള്ള വർക്ക്സ് ഇതിൻ്റെ ബാക്കി ബോഡി പാർട്സിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല വീഡിയോയിൽ. ഇതിൻ്റെ ബോഡിയിലെല്ലാം ഇതുപോലെ ഇതിൻ്റെ ലൈറ്റർ വേർഷനായിട്ട് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ഇത് കണ്ടോ കാണാൻ പറ്റുമോ? ഇങ്ങനെ ലൈറ്റർ വേർഷനായിട്ട് ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേനും വീണ്ടും അതുപോലെ ലൈറ്റർ വേർഷനായിട്ട് അത് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു ബോഡിയുടെ ആ ഭാഗം ഫുള്ളായിട്ട് ആ ലൈറ്റർ വേർഷനിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു സാരിയിൽ ഫുള്ളായിട്ട് ആ വർക്ക് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ബ്ലൗസാണ് വരുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് ഇതുപോലെ ഒരു ബ്ലൗസ് പീസ് ഇതിനുണ്ട്. ബ്ലൗസ് പീസ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോർഡറിൽ കൂടെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ നന്നായിട്ട് വന്നിട്ട് ബോഡിയിലാണെങ്കിലും ചെറിയ ചെറിയ ഫ്ലോറൽ വർക്ക്സ് വരുന്ന പോലെ നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൗസ് പീസ് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇതുണ്ടോ. ഇത് രണ്ട് സൈഡിലും ഇതുപോലെ തിക്കായിട്ടുള്ള ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ലീവ്സിൽ മാത്രമല്ല വേണമെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലും ഒക്കെ ഈ ഒരു ഫ്ലവേഴ്സ് വെക്കാവുന്ന പോലെ ഫുൾ ആ രണ്ട് വശത്തും ബോർഡർ വരുന്ന പോലെ ഇങ്ങനെ ഒരു രീതിയിൽ എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. കുറച്ചൊരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡുമാണ് ബ്ലൗസ്. സാരിയുടെക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്കർ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ഇതേ സെയിം പാറ്റേണിൽ 1-2 കളേഴ്സ് കൂടെ വന്നിട്ടുണ്ട്.
നമുക്ക് എപ്പോഴും എല്ലാ മെറ്റീരിയലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് ലെമണല്ലോ. അപ്പോൾ ആ ലെമണല്ലോ ഷെയ്ഡ് നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലെമണല്ലോ പീച്ച് കോമ്പിനേഷനാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയായിട്ട് ഇതിന് എന്താണ് പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് വന്നിരിക്കുന്ന പോലെ ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ. നിറച്ചും വർക്ക് വരുന്നില്ല. ആ ഒരു വർക്ക് ഇങ്ങനെ വന്നിട്ട് ബോഡി പോർഷനിലോട്ട് ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് എന്നിട്ട് വലിയ ലെങ്തിൽ നമുക്ക് ആ ഒരു ചെസ്റ്റ് പോർഷൻ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ മുടുത്ത് വരുന്ന പോർഷൻ തൊട്ട് ആ ഒരു വർക്ക് വരുന്ന പോലെ തന്നെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പീച്ച് കോമ്പിനേഷനിൽ വരുന്ന പോലത്തെ ഒരു ടാസിലും ഇതിൻ്റെ മറ്റേതിലും ഉണ്ട് ഇതുപോലെ ടാസിൽസ്. എല്ലാത്തിൻ്റെ പോർഷനിലുള്ള ടാസിൽ വർക്കുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു മുന്താണി പോർഷനിൽ ഈ ഒരു സാരി ഇങ്ങനെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആ കാണിച്ച സാരിയുടെ പോലെ തന്നെ ഇച്ചിരി ലൈറ്റർ വേർഷൻ ഓഫ് വർക്ക് നമുക്ക് ഈ ഒരു സാരിയുടെ ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലെയൊക്കെ ഒരു പാറ്റേണിലായിട്ട് ഇതിനകത്ത് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു പാറ്റേണായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പീച്ച് ഗ്രീൻ കോമ്പിനേഷൻസ് ഈ സാരിയിൽ പലയിടത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബോഡി പാർട്ടിലോട്ട് വരുമ്പോഴത്തേനും പലയിടത്തായിട്ട് അങ്ങനെ ആ ഒരു പീച്ച് കോമ്പിനേഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് വരുന്നത് ഈ ഒരു പീച്ച് കളറിലാണ് കേട്ടോ. നല്ലൊരു പീച്ച് കളറിൽ ആ ബോർഡറിൽ കൂടെ നമ്മൾ ആ മുന്താണി കാണിച്ച ആ ഒരു വർക്ക് ബോർഡറിൽ കൂടെ വരുന്ന പോലെയാണ് ഇത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ബാക്ക് സൈഡിൽ വലിയ ഡിസൈനും കൊടുക്കാം. അതുപോലെ ഈ ചെറിയ സ്ലീവിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ വർക്കും കൊടുക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. വൺ സൈഡ് ബോർഡർ ഇച്ചിരി ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കും വൺ സൈഡിൽ അതിൻ്റെ ചെറിയ വർക്കുമായിട്ടായിരിക്കും ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണിൽ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഈ ഒരു ലാവൻഡർ പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഭംഗിയുള്ളൊരു സാരിയാണ്. ഇതിനകത്ത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടൊരു കളർ കോമ്പിനേഷൻ ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇതിന് മുന്താണി പോർഷൻ കിട്ടും. കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. മുന്താണി പോർഷനിൽ വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് സ്പ്രെഡായിട്ടുള്ള ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. നിറച്ചു ആ ഒരു പിങ്ക് ഒരു ലാവൻഡർ ഷെയ്ഡാണ് അത്. ആ ബേസ് ബോഡി കളർ എന്ന് പറയുന്നത് ലാവൻഡർ ഷെയ്ഡാണ്. അതിനകത്തൊരു റോയൽ ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ലെമണല്ലോ സാരി പോലെ തന്നെ നല്ല ലൈനിൽ തന്നെ ആ ഡിസൈൻ ഉണ്ട് ഇതിനകത്ത്. വരുമ്പോൾ പോർഷൻ കവർ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ആ ഒരു വർക്ക് വരുന്ന പോലെ നന്നായിട്ട് തന്നെയാണ് വർക്ക് വന്നിട്ടുള്ളത്. അതുപോലെയാണ് ബോഡി പോർഷൻ കൂടി കവർ ചെയ്ത് ഫ്രണ്ടിൽ ഇത്രയും വർക്ക് വരുന്ന പോലെ തന്നെ ഈ ഒരു സാരിയിൽ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ എൻഡിന് നമുക്ക് ആ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ടാസ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാണിച്ച സാരീസിലൊക്കെ വരുന്ന പോലെ തന്നെ ബോഡി പോർഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കാണിച്ച സാരീസിൽ കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻ ആയിരുന്നു. ഇതിനകത്ത് കുറച്ചും കൂടെ ഡാർക്കായിട്ട് തന്നെ ആ ഒരു ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലീറ്റ്സ് ഉടുത്ത് വരുന്നവർക്ക് വരും ഏകദേശം ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ ഫുള്ള് നമ്മുടെ ഫ്ലീറ്റ്സിൻ്റെ ആ ഭാഗത്ത് വരുന്ന പോലെ. അതുകൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോൾ നിറച്ചും ഫ്ലവർ ഈ സാരി വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് നമ്മൾ എല്ലോടെ കാണിച്ച പോലെ വൺ സൈഡ് ഇച്ചിരി തിക്കറായിട്ടുള്ള എംബ്രോയിഡറി, വൺ സൈഡ് ബോർഡറും വരുന്ന പോലെ വന്നിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സ്ലീവ്സിൽ ഇതുപോലെ ബോർഡർ ആയിട്ടുള്ളതും വെക്കാം. ബാക്ക് സൈഡിൽ വരുന്ന പോലെ ഈ രണ്ട് വലിയ ഫ്ലവേഴ്സ് വരുന്ന പോലെ തന്നെ ബാക്ക് സൈഡിലും വെക്കാവുന്ന പോലെ. ഇതിൽ ഒരു ഡാർക്കർ ലാവൻഡർ ഷെയ്ഡിലോട്ട് നമുക്കൊരു വയലറ്റ് കൂടിയൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ബ്ലൗസ് വരുന്നത്. സാരിയേക്കാളും കുറച്ചും ഡാർക്കർ ഒരു ഷെയ്ഡിലുള്ള ബ്ലൗസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ കേട്ടോ. എല്ലാവർക്കും ഒക്കെ ചേരുന്ന പോലത്തെ നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. ഞാൻ ഓൾറെഡി ഈ സാരിയുടെ മെറ്റീരിയലിൻ്റെ റേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ 3 സാരീസും നൈലോൺ കോട്ട മെറ്റീരിയൽ വരുന്ന സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1340 റുപ്പീസാണ് ഈ 3 സാരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ സാരീസൊക്കെ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ കാണിച്ച സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ സാരീസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.